സാറേ സാറേ ആ അച്ഛനും മോളും കാണാൻ വന്നിട്ടുണ്ട്, കയറ്റി വിടട്ടെ? ആ വരാൻ പറയും. ആ ഇരിക്കും. ആ ഇവിടെ ഇരിക്കും. ബൈജു ഇവരുടെ പരാതി ഇങ്ങെടുത്തേ. ആ സാറേ, ശരി സാറേ. മോളെ, ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ? പേടിക്കണ്ട, മോള് ധൈര്യമായിട്ട് പറഞ്ഞു. സത്യമാണ് സാറേ. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടോ? മോള് ധൈര്യമായിട്ട് പറഞ്ഞോ. ആരെയും പേടിക്കണ്ട. മോള് പറഞ്ഞോ. മോളെന്താ ഇതുവരെ അച്ഛനോട് പറയാതിരുന്നത്? പേടിച്ചിട്ടാ സാറേ. വീട്ടിൽ പറഞ്ഞ അച്ഛനെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. നിന്നെയൊക്കെ പേടിച്ചിട്ട് വേണോടാ പെങ്കൊച്ചുങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ? എന്താ നിന്റെ കണ്ണാക്കി പിരിവെട്ടിയോടാ. മണി. യെസ് സാർ. ദേ ഇവരെ പുറത്തേക്കാക്കിയേ. സത്യം പറയണം, ഇടിച്ചു നിന്റെ നാട്ടിലടിക്കും. ബൈജു, അച്ഛന് വിശദമായ മൊഴിയെടുക്കണം. FIR രജിസ്റ്റർ ചെയ്ത് റിമാർക്ക് റിപ്പോർട്ട് സഹിതം ഇപ്പൊ തന്നെ കോടതി ഹാജരാക്കണം. കുറച്ച് ദിവസം അകത്ത് കിടക്കുമ്പോഴേ കഴപ്പം കൊണ്ട് മാറി കിട്ടും. ശരി സാർ. ഓക്കെ സാർ. ബൈജുവേ. സാർ, ആ കൊച്ചിനെ ഇങ്ങോട്ട് വിട്ടേ. ഓക്കെ സാർ. നിങ്ങൾ അകത്തോട്ട് കയറി ചെല്ലാൻ സാറ് വിളിക്കുന്നു. മോളെ ഇവിടെ ഒരു ഒപ്പിട്ടേ.
ഓടാതെടാ. ചേച്ചി, ചേച്ചി, മോളെ, എന്റെ പൊന്നു മോളെ, അയ്യോ എന്റെ പൊന്നു മോളെ, അയ്യോ എന്റെ പൊന്നു മോളെ. രാമപുരത്തു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ വെച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസ് വഴിത്തിരിവിലേക്ക്. കേസ് ഇപ്പോൾ അന്വേഷിക്കുന്ന കേരള പോലീസിന്റെ ഗരുഡ ടീമാണ്. ഇനി കുറച്ചുനേരം അന്വേഷണ ടീമിന്റെ കൂടെ നമുക്ക് സഞ്ചരിക്കാം. മാഡം, അല്ലെങ്കിൽ തന്നെ ഇത് ലോക്കൽ പോലീസ് അന്വേഷിച്ച് കുളമാക്കി ഇട്ടേക്കുന്നതല്ലേ, പിന്നെ ഇത്രയും മാസമായില്ലേ മാഡം? തന്നെയല്ല മാഡം, ഇതുപോലൊരു സ്ഥലവും ഇത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു കൊലപാതകവും ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. അന്ന് ആ കേസ് അന്വേഷിച്ചത് അന്നത്തെ SI പോൾ ജോസഫാണ്. ഇപ്പോഴത്തെ സ്ഥലം MLA ചേട്ടൻ്റെ മകൻ. തെളിവുകളും സാക്ഷികളും ഇല്ലാത്തതിൻ്റെ പേരിലാണ് അന്ന് ആ കേസ് ക്ലോസ് ചെയ്തത്. ഓരോ തവണ ബന്ധപ്പെട്ടപ്പോഴും ഉറ ഉപയോഗിച്ചിട്ടുള്ളതിനാൽ ശമൻ ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളതിനാൽ ഒരാളെന്നോ ഒന്നിൽ കൂടുതൽ ആളുകളെന്നോ കൃത്യമായി പറയാൻ സാധിക്കില്ല മാഡം. തെളിവുകളുണ്ടോ? ആ തെളിവുകൾ നമുക്ക് കിട്ടണമെങ്കിൽ കൊലയാളിയുടെ വിധിയും നിമിത്തവും നമുക്ക് അനുകൂലമായിരിക്കണം. എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും നമുക്ക് മുന്നിലത് നിധി പോലെ പൊങ്ങി വന്നിരിക്കും. ഇങ്ങനൊരു കേസ് ഉണ്ടായിരുന്നു മാഡം. ഒന്നല്ല, ഒരുപാടുണ്ടായിട്ടുണ്ട്. ആ കേസിലും മാഡം ഇപ്പോൾ അന്വേഷിക്കുന്ന കേസിലും ഒന്നുമാണ്
അന്ന് അയാളെ സ്ഥലം മാറ്റിയത്. കൂടുതലായിട്ടൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മാഡം SP സാറിനെ വിളിച്ചാൽ മതി. ഇതാണ് മാഡം അന്നത്തെ കേസിൻ്റെ വിധി. കുറ്റം ചെയ്ത പ്രതികളുടെ ഡീറ്റെയിൽസ്, കോൾ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ, യാത്രാ ഡീറ്റെയിൽസ്, ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഡീറ്റെയിൽസ് 2 ദിവസത്തിനകം എനിക്ക് കിട്ടിയിരിക്കണം. ഓക്കെ. വീടപ്പുറത്താണ് മാഡം, പക്ഷെ വണ്ടി പോകത്തില്ല, കുറച്ച് നടന്നുകൊണ്ടി വരും. നടക്കാം. എന്താ എല്ലാവരും കൂടെ രാവിലെ? സാറല്ലേ രാമപുരം കേസ് അന്വേഷിച്ചത്? അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വന്നതാണ്. ഇത്രയും ബ്രൂട്ടലായിട്ടൊരു മർഡർ ഞാൻ എൻ്റെ സർവീസ് കണ്ടിട്ടില്ല. അന്ന് ഭയങ്കര സെൻസേഷണലായ ഒരു കേസായിരുന്നില്ലേ അത്? ഇപ്പോൾ എന്താ ഇതിനെക്കുറിച്ച് ഇപ്പം ചോദിക്കേണ്ട കാര്യം? മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു. ആ കേസ് അന്വേഷിക്കാൻ ബൈജി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ശേഷം ഞാൻ പിന്നെ അങ്ങോട്ടങ്ങ് മാറിപ്പോയി. അത്രയും സെൻസേഷണലായ ഒരു ന്യൂസ് പിന്നെ എൻ്റെ സർവീസ് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും ഇൻവോൾവ് ആയിരുന്നു ആ കേസിനെ കുറിച്ച് അറിയാൻ എല്ലാവരും. പിന്നെ എവിഡൻസ് ഒന്നും ഉണ്ടായില്ല. ബൈജുനറിയാം എല്ലാ കാര്യങ്ങളും. ഏതായാലും അങ്ങനെ പോയി. സാർ, ഈ സിസ്റ്റർ അമല ആരായിരുന്നു ഇതിൽ? മാഡം, സിസ്റ്റർ അമലയായിരുന്നു ആ കുട്ടിയുടെ കുടുംബത്തിനെയെല്ലാം. സിസ്റ്റർ അമല മുൻകൈ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ കേസ് റീഓപ്പൺ ചെയ്തിരിക്കുന്നത്. സാർ എന്നാ സ്റ്റേഷനിൽ എത്ര നാളുണ്ടായിരുന്നു? ഏകദേശം ഞാൻ 6 മാസത്തോളം ആ സ്റ്റേഷനിലുണ്ടായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ അന്വേഷണ ചുമതല ഞാൻ തന്നെയായിരുന്നു. പിന്നെ എന്ത് പറ്റി സാർ അന്നാ കേസ് ക്ലോസ് ചെയ്യാൻ? ആ പ്ലേസ് ഓഫ് എഗ്രൻസ് ഒരു വല്ലാത്ത ഏരിയ ആയിരുന്നു. അവിടുന്ന് ഒരു ഫിംഗർ പ്രിൻറ്റോ CCTV ഫുട്ടേജോ ദൃശ്യം കണ്ടവരാരും ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. ആ സ്ഥലത്തിനൊക്കെ എന്തൊക്കെയോ ഒരു ദുരൂഹതയും പ്രത്യേകതയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കേസ് ക്ലോസ് ചെയ്തത്. എവിഡൻസ് കിട്ടാഞ്ഞുകൊണ്ടാണ് അന്ന് ആ കേസ് ക്ലോസ് ചെയ്തത്. ഐ വിറ്റ്നസ് പോലും ഇല്ലായിരുന്നു, ആരുമില്ലായിരുന്നു. സാക്ഷി പറയാൻ പോലും ഒരു മനുഷ്യരില്ലായിരുന്നു. സാറിന് ഇതിനു മുമ്പ് ആ കുട്ടിയെ പരിചയമുണ്ടോ? ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു പരാതിയുമായിട്ട് ആ കുട്ടി സ്റ്റേഷനിൽ വന്നിരുന്നു. 3-4 ചെറുപ്പക്കാർ ശല്യപ്പെടുത്തി എന്നുള്ള പരാതിയുമായിട്ട് ആ കുട്ടിയുടെ ഫാദറുമായിട്ട് ഒരു പ്രാവശ്യം സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഞാൻ അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, 3 ചെറുപ്പക്കാർക്കെതിരെ. കുറച്ചാൾ മാവലിക്കൽ സബ് ജയിലിൽ കിടന്നു വാ. അവർക്ക് ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് സാർ? ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കസ്റ്റഡി എടുത്ത് അന്വേഷിക്കുന്നത് അവരെയാണ്. അവർ ആ കേസിൽ ഇൻവോൾവ് അല്ല, അതുകൊണ്ടാണ് ആ കേസിൽ വിട്ടയച്ചത്. അപ്പോൾ ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു. എടോ ബൈജു, സ്പോട്ടിലെത്തണ്ടേ? ഓക്കെ, കാണാം. കാണാൻ ചാൻസ് കുറവായിരിക്കും മാഡം, കാരണം ഇതൊരു പക്ഷേ കൊലയാളികളല്ലെങ്കിലോ? യെസ്, കൊലയാളി അതിബുദ്ധിമാനാണ്. ചില മനുഷ്യർക്കൊരു കുഴപ്പമുണ്ട്, അമിതമായ ആത്മവിശ്വാസവും ഭയവും പ്രശ്നമാണ്. ഓവർ കോൺഫിഡൻസ് ഒരു നെഗറ്റീവ് വൈബ്രേഷനാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്.
മനസ്സും ശരീരവും രണ്ട് തരത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് വലിയ ശരീരമുള്ള ഒരാൾ, പക്ഷേ അയാൾക്ക് ഒരാളിനെയോ ചില വസ്തുവിനെയോ നേരിടാൻ പേടിയായിരിക്കും. ചിലർക്ക് തിരിച്ചും. നമ്മൾ ചെയ്യുന്നത് കുറ്റമാണെന്ന് മനസ്സിലാക്കിയാൽ ചെയ്യുന്നതെന്തും എത്ര ധൈര്യശാലിയായാലും ബുദ്ധിശാലിയായാലും ചുറ്റുപാടുകളോടൊരു ഭയമുണ്ടായിരിക്കും. സ്വന്തം നിഴലിനെ പോലും പേടിയോട് മാത്രമേ കാണൂ. ആ ഭയമാണ് ഇവിടെയും കൊലയാളിയെ നമ്മളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കൊലയാളി പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മുൻവശത്തൂടെ പോകാതെ പുറകുവശത്തെ മതിൽ ചാടി പോകാൻ ശ്രമിച്ചത്. ലൈറ്റ് ഉള്ളതുകൊണ്ട് ഷെയ്ക്ക് പറ്റിയപ്പോൾ വെട്ടോടിച്ചു. അങ്ങനെ ആയിരിക്കാം കൊലയാളി അത് ശ്രദ്ധിച്ചത്. അങ്ങനെ എടുത്ത് പോക്കറ്റിലിട്ട് കാണും. സ്റ്റീഫൻ, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്ന് വായിച്ചേ. മാഡം, ഈ മരണകാരണമായി പറയപ്പെടുന്നത് ഇരുവശങ്ങളും മൂർച്ചയുള്ളതും 1/2 ഇഞ്ചോളം വീതിയുള്ളതും 20 സെൻറ്റിമീറ്ററോളം നീളമുള്ളതുമായ പേനാക്കത്തി പോലുള്ള എന്തോ ഒരു ആയുധം കൊണ്ടുള്ള മുറിവാണ്. കഴുത്ത് തുളച്ച് മറുവശത്തേക്ക് ഇറങ്ങിയ ആയുധം മൂലം തലച്ചോറിലേക്കുള്ള പ്രധാന ഞരമ്പുകൾ 2ആയി വേർപെട്ട് പോകാനാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. വെളുപ്പിന് 3-നും 3:25-നും ഇടയ്ക്കാണ് സംഭവം നടന്നിരിക്കുന്നത്. മരണം സംഭവിക്കുന്നതിന് ഏകദേശം 11 മണിക്കൂർ മുമ്പ് ക്ലോറോഫോം പോലുള്ള എന്തോ ഒന്ന് ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. 10 തവണയോളം പെൺകുട്ടി അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗത്തിന് ഇരയായും ചെയ്തിട്ടുണ്ട്. വജൈനയിൽ ഇരുമ്പ് ദണ്ട് പോലുള്ള എന്തോ കടത്തിവിടുകയും തന്മൂലം മുറിവുണ്ടാകുകയും അമിതമായ രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തു. എ ബ്രൂട്ടൽ റേപ്പ് മർഡർ. ഇതാണ് മാഡം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്റ്റീഫൻ, ആ വാച്ച് ഐഡൻറ്റിഫൈ ചെയ്ത ആളെ ഇന്ന് തന്നെ ഓഫീസിലെത്തിക്കണം. വരൂ, വാ, അകത്തോട്ട് ചെയ്യാൻ. വേണ്ട, ഞങ്ങൾ സാറിനെ ഒന്ന് കാണാമെന്നതാണ്. സാർ ഞങ്ങളുടെ ഓഫീസിലോട്ടൊന്ന് വരേണ്ടി വരും. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട്. ഓക്കെ സാർ. സ്റ്റീഫൻ, സാറിനെ വിളിക്ക്. ഓക്കെ മാഡം. എന്താ മാഡം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ്? സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് വരാൻ പറഞ്ഞത്. ചോദിച്ചോളൂ. അവരെ കൂട്ടിക്കൊണ്ടുവാ. അന്ന് ഇയാളായിരുന്നു സാറേ ആ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നത്.
2023 ജനുവരി 13 രാത്രി 1:30 നിങ്ങൾ എന്തിനാണ് സെന്റ് മേരീസ് സ്കൂളിന്റെ പരിസരത്ത് പോയത്? ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്താണ് ജോലി? സാറേ, എൻ്റെ ജോലി മീൻപിടുത്തമാണ്. എല്ലാ ദിവസവും ഞാൻ ഈ സ്കൂളിൻ്റെ വഴിയാണ് കടവിലേക്ക് പോവാറ്. ഞങ്ങൾ അവിടെയാണ് വള്ളം കെട്ടിയിടാറ്. അന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് അന്ന് പരിചയമില്ലാത്തൊരു ബോട്ട് അതുവഴി പോകുന്ന കണ്ടായിരുന്നു. വെളുപ്പിന് ഒരു 3-3:30 ആയി കാണും. സ്റ്റീഫൻ, അവരെ കൂട്ടിക്കൊണ്ടുവാ. സാറിന് ഇവന്മാരെ ഓർമ്മയുണ്ടോ? കൊള്ളാം. ഓർമ്മയുണ്ടോന്നോ? ഇവന്മാർ ഞാൻ കുറച്ചാൾ മുമ്പ് കസ്റ്റഡി എടുത്തതാ അല്ലടാ. ഇപ്പം എങ്ങനെ ഉണ്ടാ? സാർ കസ്റ്റഡിയിൽ എടുത്തെന്ന് മാത്രമല്ല, ഇവരെ സുഖവാസത്തിന് അയച്ചിട്ടുണ്ട് 2-3 മാസത്തേക്ക്. അതെന്തിൻ്റെ പേരിലാണെന്ന് സാറിന് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. പറയടാ, അന്നെന്തോ നിങ്ങൾ സ്റ്റേഷനിൽ വെച്ച് കണ്ടത്? സാറിൻ്റെ എന്തോ കണ്ടെന്നോ ഫോട്ടോ എടുത്തെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? സാറിൻ്റെ മുമ്പിൽ വെച്ചെന്ന് പറഞ്ഞേ. ഞങ്ങൾ അന്നൊരു പെണ്ണിനെ ശല്യം ചെയ്തതിന് ഈ സാർ അറസ്റ്റ് ചെയ്തിരുന്നു. കുറച്ചു കാലം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടുന്നു. അന്ന് സാർ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടപ്പോൾ ഞങ്ങളൊരു സംഭവം കണ്ടായിരുന്നു. ഇനിയിപ്പോൾ സാറിനോടൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം സാറ് തന്നെ അങ്ങ് പറയേ. സാറാണല്ലോ പറയേണ്ടത്. എനിക്കൊന്നും പറയാനില്ല. എനിക്കറിയില്ല. ഓക്കെ, സാറിനറിയില്ല. എന്നാൽ പിന്നെ ഇതാരുടെയാണെന്ന് പറഞ്ഞേ. ബൈജു, അതൊന്ന് എടുത്തു കാണിച്ചേ. അല്ല, അത് സാറിന് അറിയില്ലായിരിക്കും. എന്നാൽ പിന്നെ ഇതറിയാമെന്ന് നോക്കി. മതി സാറേ, നോക്കിയത് മതി. ഇരിക്കാനിൽ സാറേ, ഇനിയൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങൾക്കെല്ലാം അറിയാം. തെളിവുകളുണ്ട്. എല്ലാത്തിനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാനൊരു കഥ പറയാം സാറിനോട്. വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ സാർ നിങ്ങൾ പൂരിപ്പിച്ചേക്കണം. ഞാനെന്ത് പറയാനാ സാറേ? മാഡം ഒരിക്കേ. മാഡം, ഞാനൊരു പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ബൈജു, സാറേ, ഇവന്മാരെ ഓർമ്മയുണ്ടോ? അന്നേ പരാതി കൊടുക്കാമെന്ന പെൺകുട്ടിയോട് സാറിനൊരു മോഹം തോന്നി. പരാതി കൊടുത്തിരിക്കുന്ന നമ്പർ വിളിച്ച് സാറൊന്ന് പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അല്ലേ? വഴങ്ങാതെ വന്നപ്പോൾ പണം ഓഫർ ചെയ്തു അല്ലേ? പ്രായം പിന്നെ സാറിനൊരു പ്രശ്നമല്ലല്ലോ അല്ലേ? അതിനും വഴങ്ങുന്നതും കണ്ടപ്പോൾ സ്വന്തം അച്ഛൻ്റെ ഫോണിൽ വിളിച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ പരാതി പിൻവലിക്കാനായിട്ട് സാറ് കുറെ കടി കളിച്ച്. ദിവസങ്ങൾക്കുള്ളിൽ ഒരു കാര്യവുമില്ലാതെ സാർ ലീവെടുത്ത് പോയി. 1 മാസത്തിനുള്ളിൽ സാറ് തിരിച്ച് ജോയിൻ ചെയ്യുകയും ചെയ്തു. ആ കാലയളവിൽ, അതായത് ലീവിൻ്റെ കാലയളവിൽ, സാറ് വീക്ഷിക്കുകയായിരുന്നു. തിരിച്ച് ജോലിയിൽ പ്രവേശിച്ച് ഏകദേശം 3 മാസത്തിനുള്ളിൽ സാറ് കൃത്യം നടത്തി. നാണമില്ല ആന്റണി സാറേ? സ്വന്തം മകളുടെ പ്രായം തന്നെയല്ലേ ഉള്ളു. സാറ് തന്നെ തെളിവുകളൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഈ കേസ് അങ്ങ് ക്ലോസ് ചെയ്തു. എന്നിട്ട് മറ്റൊരു സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോവുകയും ചെയ്തു. കേസിന്റെ ഗതി തിരിച്ചുവിടാൻ ഒരുപാട് അവിടെ ശ്രമിച്ചിട്ടുണ്ട് സാറ്. ഇതുവരെ ഞാൻ പറഞ്ഞത് കറക്റ്റാണല്ലോ ആന്റണി സാറേ? ഇനി അങ്ങോട്ടുള്ളത് സാറ് തന്നെ പറയണം. ഇനി അങ്ങോട്ടുള്ളത് സാറ് തന്നെ പറയണം. ഇല്ലെങ്കിൽ തന്നെ കൊണ്ട് ഞാൻ പറയിക്കേണ്ടി വരും. ഇനിയും ഉണ്ട് സാറേ ഈ മഹാന്റെ വീരകഥകൾ. അയലത്തെ വീട്ടിൽ ജോലിക്ക് വരുന്ന
20 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കിണറ്റിലെറിഞ്ഞിട്ട് പൈപ്പിന് കുഴിയെടുക്കാൻ വരുന്നൊരു പാവത്തിനെ പിടിച്ച് അകത്താക്കി കേസും ക്ലോസ് ചെയ്ത് ജയിലിലും ആക്കിയിട്ടുണ്ട് അല്ലേ ആൻ്റണി സാറേ? കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ല ആൻ്റണി സാറേ. ഈ മനുഷ്യത്വം അത് ഈ പള്ളിയിലും അമ്പലത്തിലും ഒന്നും പോയി പ്രാർത്ഥിച്ചാലും നേർച്ചയിട്ടാലും ഒന്നും കിട്ടുന്നതല്ല. അതിന് മനസ്സ് വേണം, മനസാക്ഷി വേണം, സ്വയം മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവും ബോധവും വേണം. സർ, വിത്ത് യുവർ പെർമിഷൻ, തന്നെ പോലൊരു ചെറ്റയാണല്ലോ ഞാൻ ഇത്രയും നാൾ സല്യൂട്ട് അടിച്ചത്.